ഹായ് ഹലോ മകളെ, ലിവിങ് ഓർഗാനിസം ആൻഡ് ദ സറൗണ്ടിങ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സാമിന് ചോദിക്കുന്ന 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് 4 മിനിറ്റ് കൊണ്ട് സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ്, വെറും 4 മിനിറ്റേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോയുടെ ആദ്യം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഷുവർ ആയിട്ട് നമ്മുടെ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ മിസ് സമയം കളയുന്നില്ല, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ആർ കാക്ടസ് അഡാപ്റ്റഡ് ടു സർവൈവ് ഇൻ ഡെസേർട്ട്? എങ്ങനെയാണ് ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാൻ കാക്ടസിന്റെ അഡാപ്റ്റേഷൻസ്, കള്ളിമുള്ളി ചെടിയുടെ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മളോട് എക്സാമിന് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനെ എങ്ങനെ നമുക്ക് ആൻസർ ചെയ്യാം? എന്തൊക്കെയാണ് കാക്ടസിന് ഡെസേർട്ടിൽ സർവൈവ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, കാക്ടസ് എന്ന് പറയുന്ന പ്ലാന്റ് ഡെസേർട്ടിലാണ് കാണുന്നത്. എല്ലാ ചെടികളും നിൽക്കുന്നത് പോലെ കാക്ടസ് നമ്മുടെ ഈ ഡെസേർട്ട് റീജിയനിൽ എല്ലാ ചെടികളും കാണില്ല, കാക്ടസ് പോലെയുള്ള ചെടികളാണ് കാണുന്നത്. അവർക്ക് എങ്ങനെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റുന്നു? നമുക്കറിയാം, കാക്ടസ് എന്ന് പറയുന്നത് ഇതാണ് ഒരു കാക്ടസ് എങ്കിൽ ഇതിന് ലീവ്സ് ഉണ്ടാവോ മക്കളെ? ഇതിന് ലീവ്സ് ഉണ്ടാവുമോ? ഇല്ല. ഒന്നെങ്കിൽ ലീവ്സ് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ പകരം എന്തുണ്ടാവും? അതിൽ സ്പൈൻസ് ഉണ്ടാവും അല്ലെ. ഒന്നെങ്കിൽ ലീവ്സ് ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലീവ്സ് റെഡ്യൂസ് ചെയ്ത് സ്പൈൻസ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ഈ ലീവ്സ് റെഡ്യൂസ് ചെയ്ത് സ്പൈൻസ് ആവുന്നത്? നമുക്കറിയാം, ലീവ്സിൽ ട്രാൻസ്പിറേഷൻ നടക്കും അല്ലെ. ട്രാൻസ്പിറേഷൻ മൂലം ജലം നഷ്ടപ്പെടും. നമുക്കറിയാം, ഡെസേർട്ടിൽ കുറച്ച് ജലം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഉള്ള ജലം കൂടെ ഈ ട്രാൻസ്പിറേഷൻ കാരണം ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ജലം ഉണ്ടാവില്ല. അപ്പൊ ട്രാൻസ്പിറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീവ്സിനെ ഒന്നെങ്കിൽ ആബ്സെന്റ് ആവും, അല്ലെങ്കിൽ സ്പൈൻസ് ആയിട്ട് തീരെ ചെറിയ ചെറിയ സ്പൈൻസ് ആവും. അപ്പൊ അതുവഴി ബാഷ്പീകരിച്ച് വെള്ളം പോകില്ല. അപ്പോ ലീവ്സ് എന്തായിട്ട് മാറിയിട്ടുണ്ട്? സ്പൈൻസ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല, ഇതിന്റെ സ്റ്റെമ്മിലായിരിക്കും ലീവ്സ് ഓൾറെഡി ആബ്സെന്റ് ആണെന്ന് പറഞ്ഞല്ലേ. അപ്പൊ അതിന്റെ സ്റ്റെമ്മിലായിരിക്കും ഫോട്ടോസിന്തസിസ് നടക്കുക. അങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കാൻ വേണ്ടിയിട്ടും പുറത്തേക്ക് ഒത്തിരി ജലം പോകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇവരുടെ സ്റ്റെമ്മിൽ എന്തുണ്ടാവും? ഒരു വാക്സി കവറിങ് ഉണ്ടാവും. ഒരു വാക്സി കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഒത്തിരി ജലം പുറത്തേക്കും അകത്തേക്കും പോവില്ല. മാത്രമല്ല, ഈ സ്റ്റെമ്മിലാണ് ഇവരുടെ മിനറൽസും വാട്ടറും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. എവിടെയായിരിക്കും? നമ്മുടെ ഈ കാക്ടസിന്റെ സ്റ്റെമ്മിലായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ കാക്ടസിന്റെ അഡാപ്റ്റേഷൻ. ഇതെങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും? ലീവ്സ് either absent or modified into spines to reduce water loss from the leaves through transpiration. അല്ലെ, ട്രാൻസ്പിറേഷൻ മൂലം ജലനശീകരണം അല്ലെ ജലം ബാഷ്പീകരിച്ച് പോകുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ലീവ്സ് എങ്ങനെയാണ്? ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്പൈൻ ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടായിരിക്കും എവിടെ ഉണ്ടാവുക? കാക്ടസിൽ ഉണ്ടാവുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ സ്റ്റെം ഈസ് മോഡിഫൈഡ് ടു പെർഫോം ഫോട്ടോസിന്തസിസ്. അതിന്റെ ലീവ്സ് സ്പൈൻസ് ആയി മാറിയിരിക്കുകയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് ലീവ്സിലാണെന്ന് അറിയാം. ലീവ്സ് സ്പൈൻസ് ആയി മാറിയത് കൊണ്ട് തന്നെ സ്റ്റെമ്മിലായിരിക്കും എന്തുള്ളത്? ഫോട്ടോസിന്തസിസ് അഥവാ നമ്മുടെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്. മാത്രമല്ല, സ്റ്റെമ്മിന് ഒരു തിക്കായിട്ടുള്ള വാക്സി ലെയർ ഉണ്ടാവും. അതാണ് അതിലേക്ക് വെള്ളം റീറ്റെയിൻ ചെയ്യാൻ, വെള്ളം അത് ട്രാൻസ്പിറേഷൻ വഴി പോവാതെ അവിടെ തന്നെ നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വാക്സി ലെയർ ഉണ്ടാവും. മാത്രമല്ല, സ്റ്റെമ്മിലായിരിക്കും വാട്ടറും മിനറൽസും ഒക്കെ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ ഇതാണ് നമ്മുടെ കാക്ടസിന്റെ അഡാപ്റ്റേഷൻ. മാത്രമല്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. Which of the following things in the following list are non-living? താഴെ തന്നിട്ടുള്ളതിൽ ഏതാണ് നോൺ ലിവിംഗ് ആയിട്ടുള്ളത് എന്ന് സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നമുക്ക് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള സിമ്പിൾ ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ എന്തുണ്ട്? പ്ലോ ഉണ്ട്, സീവിംഗ് മെഷീൻ ഉണ്ട്, റേഡിയോ ഉണ്ട്, ബോട്ട് ഉണ്ട്, വാട്ടർ ഹാസിൻസ് ഉണ്ട്, എർത്ത് വോം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് നോൺ ലിവിംഗ് തിങ് എന്നാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം, പ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കിളക്കുന്ന ഉപകരണത്തിനെയാണ് നമ്മൾ പ്ലോ എന്ന് പറയുന്നത്. അതൊരിക്കലും ജീവനുള്ളതല്ല. സീവിംഗ് മെഷീൻ നമ്മുടെ കൊയ്ത്ത് മെഷീനാണ്, അതൊരിക്കലും ജീവനുള്ളതല്ല. റേഡിയോ ജീവനുള്ളതല്ല, ബോട്ട് ജീവനുള്ളതല്ല. വാട്ടർ ഹയാസിൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പോളയാണ് അല്ലെ. നമ്മുടെ ജലത്തിന്റെ മേളിൽ കാണുന്ന ഒരു തരം ചെടിയാണ്, അതിന് ജീവനുണ്ട്. വാട്ടർ ഹാസിൻസിന്റെ ജീവനുണ്ട്. എർത്ത് വോം നമ്മുടെ മണ്ണിരയാണ്, അതിനും ജീവനുണ്ട്. അപ്പൊ ഇത് രണ്ടുമാണ് ഇതിൽ ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് 2 ക്വസ്റ്റ്യൻ നമ്മൾ 4 മാർക്കിന്റെ ഉള്ളിൽ തന്നെ 4 മാർക്ക് സെറ്റ് ആവുന്ന പോലെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതുപോലെയുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.